കേരളത്തിലെ ആരോഗ്യവകുപ്പിലെ ആശാ വർക്കേഴ്സ് ഇന്ന് സമരത്തിലാണ്. 256 ദിവസമായി അവർ സമരത്തിലാണ്. ഇന്ന് അവർ സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പല പല ഘട്ടങ്ങൾ അവരുണ്ടായിരുന്നു. 100-ാം ദിവസത്തിലും 200-ാം ദിവസത്തിലൊക്കെ പല പല കാര്യങ്ങൾ അവർ ചെയ്തു. അതിനിടയിലാണ് അവർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോയി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും LDF വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. കേരളത്തിലാകെ അവർ രാപ്പകൽ സമരം നടത്തി. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ രാത്രിയും പകലും തെരുവിൽ സമരം നടത്തി. തിരുവനന്തപുരത്ത് വലിയ പരിപാടി നടത്തി. വലിയ രീതിയിൽ സത്യാഗ്രഹം നടത്തി. ഒരുപാട് കാര്യങ്ങൾ ആശാ വർക്കേഴ്സ് ചെയ്തു ആ സമരത്തിൻ്റെ ഭാഗമായി. പക്ഷേ ആ സമരം 256 ദിവസമായിട്ടും സർക്കാർ അതിനകത്ത് വളരെ അനുകൂലമായൊരു ഉത്തരവിറക്കിയില്ല. പല കാര്യങ്ങളും പറയുന്നു. ഇതിനിടയിലാണ് സുരേഷ് ഗോപി അവിടെ വന്നു, കൊട കൊടുത്തു, വസ്തുക്കളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ വിവാദമായി. സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു ഉത്തരവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്നായി. അതിനുശേഷം സുരേഷ് ഗോപി അങ്ങോട്ട് പോയില്ല. എന്നാൽ കേന്ദ്രത്തിൽ പോയി സുരേഷ് ഗോപി നദ്ദയെ കണ്ടു, JP നദ്ദ ആരോഗ്യമന്ത്രിയെ കണ്ടു. അതിൻ്റെ ചർച്ച നടത്തി. 1500 രൂപ ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ആശാ വർക്കേഴ്സിന് 1500 രൂപ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കേരള സർക്കാർ പറഞ്ഞത് ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൂട്ടട്ടെ, അപ്പോൾ ഞങ്ങൾ കൂട്ടുന്നത് ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടും ഇവിടെ കൂട്ടിയിട്ടില്ല. അതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ JP നദ്ദയെ കാണാൻ 2 പ്രാവശ്യമായി ശ്രമിച്ചു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ആരോഗ്യമന്ത്രിക്ക് ശ്രീമതി വീണ ജോർജിനെ കാണാൻ പറ്റിയത്. ആദ്യ പ്രാവശ്യം പോയെങ്കിലും കാണാൻ പറ്റിയില്ല. അത് വലിയ വിവാദമായി. ഇദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് അദ്ദേഹം അവിടെ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ ജോർജിൻ്റെ സൗകര്യത്തിന് JP നദ്ദ ഇരിക്കുകയാണോ, അദ്ദേഹം BJPയുടെ പ്രസിഡന്റ് അല്ലേ, കേന്ദ്രമന്ത്രിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദവും ഇതൊക്കെ ആയിരുന്നു. അതെല്ലാം പോട്ടെ. എന്തായാലും കേന്ദ്രം 1500 രൂപ കൂട്ടി. അപ്പോൾ ഇനി കേരളമാണ് കൂട്ടേണ്ടതെന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ്. അവർക്ക് 7000 രൂപ കിട്ടുന്നിടത്ത് 21000 രൂപയിലേക്ക് പോകണം. പക്ഷേ 21000 രൂപ കൊടുക്കാം. 700 രൂപ ദിവസവും കൂലി കൊടുക്കാം. 30 ദിവസം കൊണ്ട് 21000 രൂപ 700 രൂപ വെച്ച് കൊടുക്കണം. അതാണ് മിനിമം കൂലി എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതിപ്പോൾ ഇവർക്ക് മാത്രമല്ല, സ്കീം തൊഴിലാളികൾക്കെല്ലാമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കിട്ടും, അംഗനവാടികൾക്ക് കിട്ടും, മറ്റേ പ്രീ പ്രൈമറി ഒരുപാട് ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്കെല്ലാം 21000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ സമരം നടക്കുന്നത്. എന്തായാലും ഇവരുടെ ഇതിനിടയിൽ ഒരു പഠന കമ്മിറ്റിയെ വെച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരാനുണ്ട്. കേന്ദ്രം കൂട്ടിയാൽ കേരളം കൂട്ടാമെന്ന് പറയുന്നു. കേന്ദ്രം കൂട്ടി. അപ്പോൾ ഇനി കേരളമാണ് കൂട്ടേണ്ടത്. പക്ഷേ ഇതല്ല വിഷയം. ഇതിൻ്റെ പൊളിറ്റിക്സ് ആണ് വിഷയം. എന്താണ് ഇതിൻ്റെ പൊളിറ്റിക്സ്? അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആശാ സമരത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആശാ സമരത്തിൻ്റെ രാഷ്ട്രീയം. ആശാ സമരം നടത്തുന്നത് SUCI എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ കുറേ ശക്തമായിട്ടുള്ള ഒരു പാർട്ടി കൂടെയാണ്. കേരളത്തിൽ അവർ ശക്തമല്ല. പക്ഷേ പശ്ചിമ ബംഗാളിൽ ശിവദാസ് ഘോഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രസ്ഥാനം കുറച്ചുകൂടി ശക്തമാണ്. കുറച്ചുകൂടി ആളുകളുണ്ട്. അവർ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നു. അവർ ഇടതുപക്ഷവുമായിട്ട് നല്ല ടേംസിലാണ്. പലപ്പോഴും ചില സമയത്ത് തെറ്റലുണ്ട്, ചില സമയത്ത് നല്ല ടേംസിലാണ്. ഇടതുപക്ഷ ചേരിയിലാണ്. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കൺസെപ്റ്റിൽ അവർ സോഷ്യലിസ്റ്റ് ചേരിയിലാണ്. ആ ഒരു പാർട്ടിയാണ് കേരളത്തിൽ ഈ ആശാ വർക്കേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വിജയമാകുമോ ഈ സമരം എന്നൊരു ഭയം മറ്റ് പ്രഖ്യാപിത യൂണിയനുകൾക്കും സർക്കാരിനുമുണ്ട്. കാരണം 256 ദിവസം അവർ സമരം ചെയ്തിട്ട് എന്തെങ്കിലും കൂട്ടിക്കൊടുത്താൽ സ്വാഭാവികമായി അവരെ ക്രെഡിറ്റിലേക്ക് പോകില്ലേ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ സമരം തീർത്താൽ ചിലപ്പോൾ ഒരാഴ്ചയെങ്ങാനും കഴിയുമ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കാം. പക്ഷേ സമരക്കാർ പറയുന്നത് ഞങ്ങളെ വിളിച്ച് ഒത്തുതീർപ്പുണ്ടാക്കി ചർച്ച ചെയ്ത് തീർക്കണം. ഞങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കൂടെ കിട്ടണം. കാര്യം ഞങ്ങൾ 256 ദിവസം കൊണ്ട് സമരം ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കൂടി കിട്ടണം. ഇതാണ് വിഷയം. ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് വലിയ മാർച്ച് ഉണ്ടായിരുന്നു. പക്ഷേ വനിതകളുടെ സമരമായതുകൊണ്ടും അവർ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നൊരു സമരമല്ല. 256 ദിവസമായിട്ട് ഒരു ഗാന്ധിയൻ സമരമാണ്. അത്യാവശ്യം വേണമെങ്കിൽ ബാരിക്കേഡിലൊന്ന് കയറും, അവിടെ ഇരുന്ന് 2 മുദ്രാവാക്യം വിളിക്കുമെന്നുള്ളതല്ലാതെ വേറെ ശല്യമൊന്നുമില്ല. ആ അർത്ഥത്തിലില്ലാന്ന് ശല്യമൊന്നുമില്ലാന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. CID ഒക്കെ പറയും ഞങ്ങൾ വലിയ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല. ബാരിക്കേഡിലൊക്കെ ഞങ്ങളൊന്ന് കയറി ഇരുന്ന് തടസ്സത്തിലൊക്കെ ഇരുന്ന് ഞങ്ങൾ മുദ്രാവാക്യമൊക്കെ വിളിക്കും, ഞങ്ങളെ വഴിക്ക് പോകും. അത്രേ അവർ പറയുന്നുള്ളൂ. അല്ലാതെ അവർ വേറെ വെടിവെപ്പും അല്ലെങ്കിൽ ലാത്തി ചാർജിനും സംഘർഷാത്മകമായൊരു സമരത്തിലേക്ക് പോകുന്നില്ല. അത് മറ്റൊരു രീതിയാണ്. സമരം കുറേ സഹന സമരമാണ്, സ്ത്രീകൾ നടത്തുന്നതല്ലേ. അപ്പോൾ സഹന സമരമായതുകൊണ്ട് എന്തായാലും ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് അവർ സമരം നടത്തിയിട്ടുണ്ട്. ഈ സമരം നടക്കുന്ന വേളയിലും അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇത് പരിഹരിക്കാതിരിക്കുന്ന ഒരു തടസ്സമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പൊളിറ്റിക്സ് ഇതിനകത്തുണ്ട്. കാരണം ഇവർ സമരം ചെയ്ത് കൊടുത്താൽ സ്വാഭാവികമായിട്ട് മറ്റ് INTC-യും CIT-യും മറ്റ് സംഘടനകൾ ആശാ വർക്കേഴ്സിൻ്റെ ഇടയിലുണ്ട്. അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതാ കണ്ടില്ലേ, SUCI-യുടെ സംഘടന സമരം ചെയ്ത് എല്ലാം നേടി എന്നൊരു തോന്നൽ വരും. ഇനിയിപ്പോൾ ഇടയ്ക്ക് കയറി CIT-നും INTC-നും സമരം ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇവർ സമരം ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. SUCI-ക്ക് വിചാരിക്കുന്നത് ഞങ്ങൾ എന്തായാലും സമരം നിർത്താൻ തീരുമാനമില്ല, സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം തീരുമാനം പിൻവലിക്കാം. എന്തായാലും ഇതിനകത്തൊരു രാഷ്ട്രീയമായ പോര് കൂടി ഉണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഘടകം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ചർച്ചയ്ക്കൊക്കെ വിളിച്ച് ഈ സമരം അങ്ങ് തീർപ്പാക്കുക. സാധാരണ അങ്ങനെയാണല്ലോ, സമരം ചെയ്താൽ അതിനൊരു ചർച്ചയ്ക്കോ
ഒരു എന്തെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി 2 വട്ടം വിളിച്ചിട്ടും പരാജയപ്പെട്ടു പോയി. പക്ഷേ ഇനി ഒരു വട്ടം കൂടി വിളിച്ച് വേണമെങ്കിൽ എല്ലാ നേതാക്കളെയും സകല നേതാക്കളെയും വിളിച്ച് CIT-ക്കാരെ INTS-കാരെ എല്ലാവരെയും വിളിച്ചോളൂ, സമരത്തിലുള്ളവരെ ഇല്ലാത്തവരെ എല്ലാവരെയും ഒക്കെ ഒന്ന് വിളിച്ച് ഒരു ചർച്ചയൊക്കെ നടത്തി സമരം ഒത്തുതീർപ്പാക്കി കേന്ദ്രം ആനുകൂല്യം കൂട്ടിക്കൊടുത്ത ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ ഓണറേറിയം കൂടെ കൂട്ടിക്കൊടുത്ത് മംഗളകരമായി നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം.